ഇത് 2700 സ്ക്വയർ ഫീറ്റുള്ള ഒരു 4 ബെഡ്റൂം ഒരു വീടാണ്. അപ്പം ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫാമിലി എല്ലാവരും വെളിയിലാണ്. അവർക്ക് നാട്ടിൽ വരുമ്പോഴത്തേക്കിനും ഉള്ള ഒരു അക്കോമഡേഷൻ എന്നുള്ള രീതിയിലാണ് വീട് പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്ത് സത്യം പറഞ്ഞാൽ അവർ ഓസ്ട്രേലിയയിലേക്ക് പോയി. ബാക്കിയെല്ലാം മാഹിമായിരുന്നു ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്കിൾ വന്നത് പോലും റൂഫ് വാർക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു വന്നത്. ആൻറ്റി വന്നപ്പം ഫുൾ വീട് കംപ്ലീറ്റ് ആയിട്ടാണ് ആൻറ്റി കാണുന്നത്. അപ്പോൾ ആൻറ്റിയും ശരിക്കും ഭയങ്കര ഹാപ്പിയായി. ഫുൾ ലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇൻറ്റീരിയറും എല്ലാം കഴിഞ്ഞ്. ഇപ്പം ഇൻറ്റീരിയറിനെ പറ്റിയൊന്നും ഇവർക്ക് വലിയ ധാരണയില്ലായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു ഭംഗി ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിന് ഇൻസൈഡ് പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ചെറിയൊരു പാഷ്യോ പോലെ ഔട്ട്സൈഡിലേക്ക് ഒരു കോർട്ട്യാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് കൂടുതൽ ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ 2 കിച്ചൺ, അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രെയർ വോളിലാണ് നമ്മളുടെ വീട് വരുന്നത്. ഔട്ട്സൈഡ് പറയുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഏരിയ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. റോട്ടിൽ നിന്ന് ഇച്ചിരി കയറിയിട്ടാണ് വീട് പണിത്. അപ്പം നമുക്ക് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് വീടിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവർ സിബ്ലിങ്സിന്റെ 3 വീടും അടുത്തടുത്താണ്. അപ്പം 3 വീട് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. ആകെ സജയങ്ങൾ മാത്രമേ ഇതിന്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഫുള്ളൊരു ഔട്ട്. മെയിൻ ഇത് നല്ലൊരു എല്ലാ റൂമിലും നല്ല വെട്ടമുണ്ട്. എല്ലാം എങ്ങനെ നോക്കിയാലും നല്ല വെട്ടം, നല്ല ഒരു ഇരുളമയില്ല, നല്ലൊരു ഇതായിട്ട് വന്നേക്കുന്നത്. പിന്നെ മാഹിമ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനമൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ച് വീട് പണി സമയത്തിന് തീരുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. പക്ഷേ എല്ലാം സമയത്തിന് തീർത്ത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് പണി തീർത്ത് നല്ലൊരു വീട് കിട്ടി. ഞങ്ങൾക്ക് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ പകുതിയാകുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. ഒക്ടോബർ 15 തന്നെ തരാമെന്ന് പറഞ്ഞു. 15 തന്നെ പണി ഏകദേശം തീർന്നു. ഒരു 99% തീർന്നു. 30 ഞങ്ങൾ കയറി താമസിച്ചു. എല്ലാം ഫിനിഷ് ചെയ്തു. താക്കോല് കയ്യിൽ തന്നു. ഇഷ്ടപ്പെട്ടത് നല്ല വെളിച്ചമുണ്ട് വീടിൻ്റെ അകത്ത്, നല്ല എയർ സർക്കുലേഷൻ, നല്ല ജനലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും അകത്ത് കയറുമ്പം. ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിലും നല്ല വലിപ്പത്തിനുണ്ട്, പാകത്തിന്. പിന്നെ കിച്ചൺ അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കിച്ചണിൻ്റെ എല്ലാം ഡിസൈൻ നല്ല. ഇതിപ്പം ഏകദേശം ഞങ്ങളുടെ അവിടുത്തെ ഓസ്ട്രേലിയയിലെ കിച്ചൺ പോലെ തന്നെയാണ്. ഇതിൻ്റെ കബോർഡുകൾ ഫിനിഷിംഗ് ഒക്കെ ഒത്തിരി നല്ല അതുപോലെ തന്നെ. പിന്നെ നല്ല ഭംഗിയായിട്ട് കാലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വരുന്നവർക്കും ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഉദ്ദേശിക്കാത്ത കാലം നല്ല ഭംഗിയായിട്ട് പണിത് വന്നു. മാഹിം എല്ലാം എന്ത് കാര്യം പറഞ്ഞാലും മാഹിം അത് ചെയ്തു തരും. നോ പറയത്തില്ല. എപ്പോൾ വിളിച്ചാലും കിട്ടുകയും ചെയ്യും. ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് എല്ലാം മാറ്റി വേണ്ട പോലെ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരും. അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ മാഹിം തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ നല്ല ഒരു വീട്, ഞങ്ങൾക്ക് സ്വപ്നം കണ്ട ഒരു വീട് പോലെ തോന്നി കിട്ടി.